guys, welcome back to my channel. Assalamualaikum. It's me Dia again. അപ്പോൾ നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് ഒരു ടേസ്റ്റി ഡിപ്പ് ചലഞ്ച് ആയിട്ടാണ്. നിങ്ങൾ വിചാരിക്കും ടേസ്റ്റി ഡിപ്പ് ചലഞ്ച് എന്താണെന്നല്ലേ? ഇത് കണ്ടോ, ഇത്രയും ഫ്രൂട്ട്സ് നമ്മൾ ഇവിടെ ഉണ്ട്. ഡ്രാഗൺ ഫ്രൂട്ട് വരെ ഉണ്ട് ഫ്രണ്ട്സ്. നമ്മൾ തപ്പിപ്പിടിച്ച് പോയി വാങ്ങിച്ചു തന്നെ. ഈ ഡയറി മിൽക്ക് നമുക്ക് വെറുതെ കഴിക്കാനല്ല ഫ്രണ്ട്സ്, അതൊരു ഇതുണ്ട്. പിന്നെ യോഗേർട്ട് ഉണ്ട്. എന്താണ്, 2 ടൈപ്പ് യോഗേർട്ട് ഉണ്ട്. സ്ട്രോബെറി ഉണ്ട്, മാംഗോയി ഉണ്ട്, 2 ടൈപ്പ്. പിന്നെ തൈരുണ്ട്. അപ്പൊ ഫ്രണ്ട്സ്, അപ്പൊ നമ്മൾ ഇതെല്ലാം ഇനി കട്ട് ചെയ്ത് വെക്കണം, ഈ ഫ്രൂട്ട്സ് എല്ലാം. ഓക്കെ, അത് കഴിഞ്ഞിട്ട് ഇത് മെൽറ്റ് ചെയ്യാനുള്ള പരിപാടിയുണ്ട്, ഇതിൽ ഡിപ്പ് ചെയ്യാനുള്ള പരിപാടിയുണ്ട്, അങ്ങനത്തെ കുറച്ച് തരികിട പരിപാടികളൊക്കെ ഉണ്ട്. ഓക്കെ, അതൊക്കെ നമുക്ക് ചെയ്യാം. ഫസ്റ്റ് തന്നെ നമുക്ക് എന്ത് കട്ട് ചെയ്യുന്നു, എനിക്ക് സിമ്പിൾ ബനാനയാണ്. അപ്പൊ ഞാൻ ഒരു ബനാന എടുത്തിട്ട് കട്ട് ചെയ്യാന്ന് വിചാരിച്ചു. എനിക്ക് സിമ്പിളായിട്ട് കട്ട് ചെയ്യാൻ ബനാന മാത്രമേ അറിയുള്ളൂ. നല്ല കറയായിട്ടുള്ള പച്ച ബനാനയാണ് തോന്നുന്നു. എനിക്ക് ഇതുണ്ട്. നമുക്ക് നോക്കാം. ഫസ്റ്റ് തന്നെ നമുക്ക് എന്റെ കയ്യിൽ നിന്ന് പോകട്ടെ. നമുക്കിനി ഇത് കട്ട് ചെയ്തെടുക്കാം. ഫസ്റ്റ് നമുക്ക് ഇത് പീൽ ചെയ്തെടുക്കാം. നല്ല രസമുള്ള പച്ചയല്ല, നല്ലതാണ്. അപ്പൊ ഫ്രണ്ട്സ്, നമ്മളെ ഫ്രൂട്ട്സ് ഫുള്ളായിട്ട് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. വാട്ടർമെലൺ, ഡ്രാഗൺ ഫ്രൂട്ട് ഇതിലുണ്ട്. വൈറ്റ് കളറാണ് ഡ്രാഗൺ ഫ്രൂട്ട്. എനിക്ക് റെഡ് കളറാണ് ഇഷ്ടം. നിങ്ങൾക്ക് ഏതാണ് ഇഷ്ടമെന്ന് കമന്റ് ചെയ്യുക. നമ്മളപ്പോൾ മാംഗോ ഉണ്ട്, ബനാന ഉണ്ട്, ആപ്പിൾ ഉണ്ട്. ഇത് രണ്ടും നമ്മൾ മെൽറ്റ് ചെയ്തിട്ടുള്ളൂ. നമ്മള് യോഗട്ട് കുട്ടന്മാര് ഇവിടെ ഉണ്ട് ഫ്രണ്ട്സ്. നമ്മളെ ഗുള്ളു 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 നോക്കി ഇത് സിസേഴ്സ് വെച്ച് കട്ട് ചെയ്ത് നോക്കാം. എനിക്ക് നല്ല പേടിയും എക്സൈറ്റ്മെന്റ് എല്ലാം കൂടെ കൂട്ടിയിട്ട് എനിക്ക് ഓ മൈ ഗോഡ്, വിപ്പിംഗ് ക്രീം പോലെ ഉണ്ട് ഫ്രണ്ട്സ്. അങ്ങനത്തെ നൂഡിൽസ് പോലെ വന്നോണ്ടിരിക്കാണ്. ഒരെണ്ണം തികയെന്ന് തോന്നുന്നില്ല. അപ്പൊ 2 ഒഴിച്ചു കൊടുക്കാണ്. വെറൈറ്റി ഉണ്ട്. കാരണം വെച്ചാൽ എനിക്ക് ഇഷ്ടമുള്ള ഡിപ്പറിൽ മാത്രമേ എനിക്ക് ഡിപ്പ് ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ട് എനിക്കൊരു ആശ്വാസം ഉണ്ട്. പക്ഷെ എല്ലാത്തിനും ഡിപ്പ് ചെയ്യണം, അതാണ് ഒരു പ്രശ്നം. ഒരെണ്ണത്തിൽ മാത്രം അങ്ങോട്ട് ഡിപ്പ് ചെയ്തോണ്ടിരിക്കാൻ പറ്റില്ല. നല്ല അടിപൊളി മിൽക്കി ബാറാണ്. ഇവിടെ വരെ നല്ല മണം എത്തുന്നുണ്ട്. അടുത്ത് നമ്മള് ഡയറി മിൽക്ക് കൂട്ടാനാണ് എന്റെ ഫേവറേറ്റ്. ഓക്കെ, നമുക്കിനി ഡയറി മിൽക്ക് കൂട്ടപ്പനെ നമുക്ക് അങ്ങോട്ട് കട്ട് ചെയ്തെടുത്തിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നല്ല അടിപൊളി, എനിക്ക് നല്ല ഇഷ്ടമാണ്. നല്ല ടേസ്റ്റ് ഉണ്ട്. കൊതി വിടണ്ടെന്ന് വെച്ചിട്ട് ഇത്തിരി ടേസ്റ്റ് ചെയ്ത് നോക്കിയതാണ്. ചോക്ലേറ്റ് കളറ്, ചോക്ലേറ്റിനെ പിന്നെ ചോക്ലേറ്റ് കളർ അല്ലാതെ വേറെ എന്താ പറയും. ഡയറി മിൽക്ക് ആണ് കേട്ടോ. എന്തായാലും പുറത്ത് പോയല്ലേ, വേസ്റ്റ് ആക്കണ്ട, നമ്മളങ്ങ് കഴിച്ചേക്കാം. എല്ലാം മുങ്ങിപ്പോയി ഫ്രണ്ട്സ്. സാരില്ല, കവറിലുള്ള മാത്രം നമുക്ക് തിന്നാൻ. അയ്യോ സോറി, ഫൗളി. ഈ സ്പൂൺ എവിടെ നിന്ന് കിട്ടിയെന്നല്ലേ, ചോറ് പാത്രത്തിൽ നിന്ന് മോഷ്ടിച്ചിട്ട് എടുത്തതല്ല. ഇതെന്റെ ഉമ്മച്ചിമ്മ എന്നുവെച്ചാൽ എന്റെ ഗ്രാൻഡ് മദർ എനിക്ക് വാങ്ങിച്ചു തന്ന ഒരു കിച്ചൺ സെറ്റിൽ നിന്ന് മോഷ്ടിച്ചെടുത്തൊരു സ്പൂണാണ്. നമുക്കിനി നമ്മളെ യോഗട്ട് കുട്ടേനെ പൊട്ടിക്കാം. ഇതെങ്ങനെ പൊട്ടിക്കുന്നറിയില്ല. പൊട്ടിക്കുന്നതിന്റെ അവിടെ ഒരു സ്മൈലിയുടെ ഫേസ് വന്നിട്ടുണ്ട് ഫ്രണ്ട്സ്. ഇതുപോലെ കണ്ടിട്ടുണ്ടെങ്കിൽ ആരെങ്കിലും കമന്റ് ചെയ്യാട്ടോ. യോഗട്ട് വാങ്ങിക്കുമ്പോ ഇവിടെ ഒരു സ്മൈലി ഇതുണ്ട്. യോഗട്ട് ഇപ്പൊ തന്നെ എന്തോ പോലെ തോന്നുന്നു. ഇനി ഇത് ഫ്രൂട്ട്സിനെ ഡിപ്പ് ചെയ്യുമ്പോ എങ്ങനെ ഉണ്ടാവും എനിക്കറിയില്ല. മറ്റേ പനിയൊക്കെ വരുമ്പോ ഒരു സിറപ്പ് ഉണ്ടല്ലോ, ആന്റിബയോട്ടിക് എന്നൊക്കെ പറയുന്നത്, അതിന്റെ ഒരു ടേസ്റ്റ്. ഇതിന്റെ കൂടെ ഫ്രൂട്ട്സും കൂടെ വരുമ്പോ
ഡ്രാഗൺ ഫ്രൂട്ട് ഞാൻ ഇതിന് മുക്കത്തില്ല. ഒന്നാമത് അതിന് ഒരുമാരത്തെ ടേസ്റ്റ് ആണ്, അതുകൊണ്ട് ഇതിന് ഞാൻ ചെയ്തിട്ടില്ല. ഇതിലുണ്ട് ഫ്രണ്ട്സ് ഒരു സ്മൈലി ഫേസ്. ആദ്യം പൊട്ടിച്ച സ്ട്രോബെറി ആണ്, ഇത് മാംഗോ ആണ്. സ്കിൻ കളർ പോലെയുണ്ട്. ഇനി നമുക്കിനി ഇത് രണ്ടും ഇങ്ങോട്ട് മാറ്റി വയ്ക്കാം. നമ്മളെ ഡിപ്പേഴ്സ് ഒക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഇതെല്ലാം കൂടെ ഇനി ഡിപ്പ് ചെയ്യണ്ടേ? ഓക്കെ, നമുക്കിനി ഊറ്റി പറഞ്ഞു ഇവിടെ വെറുതെ ഇരുന്ന് തൈരിനെ എടുത്ത് പറഞ്ഞിട്ട് ഇങ്ങോട്ട് ഇത് ചാലഞ്ചിന് വേണമെന്ന് പറഞ്ഞു. ഞാൻ ഇതെങ്ങനെ ഇപ്പൊ ഫ്രൂട്ട്സിനൂടെ കഴിക്കും ഫ്രണ്ട്സ്? ഗുളുഗുളു ഗുളുഗുളു മറ്റേ ജെല്ലിയൊക്കെ ഉണ്ടല്ലോ, ആ ഗുളുഗുളു പോലെ. അപ്പൊ ഫ്രണ്ട്സ്, ഉമ്മച്ചി പറഞ്ഞ ആദ്യം തന്നെ ഡ്രാഗൺ ഫ്രൂട്ട് എടുക്കണം. ഞാൻ ഈ ഡ്രാഗൺ ഫ്രൂട്ടിനെ ഏതിന് മുക്കും? ഞാൻ ഇപ്പൊ ഡയറി മിൽക്കിലും മുക്കാം. ഇതിന് ടേസ്റ്റ് ഇല്ലാത്തതാണ്, പച്ചവെള്ളം പോലെ ഇരിക്കും. എന്താ നല്ല ഇതിൽ ടേസ്റ്റ് കിട്ടാൻ വേണ്ടി ഞാൻ ഇതില് മുക്കുകയാണ്. ഇത് കിട്ടുന്നില്ല. കഴിച്ചു നോക്കാം. നൂല് പോലെ, നൂഡിൽസ് പോലെ വരുന്നു ഫ്രണ്ട്സ്. സാധാരണ കഴിക്കുമ്പോൾ തന്നെ, പക്ഷേ നിങ്ങൾ ഇതാരും ട്രൈ ചെയ്ത് നോക്കണ്ട കേട്ടോ. എന്ത് ചെയ്യും ഇതില് മുക്കല്ലേ? എന്തായിരുന്നു? മിൽക്കി ബാറാണ്, വൈറ്റ് ചോക്ലേറ്റില് മുക്ക. സ്ട്രോബെറി കഴിച്ചോക്കാം. ഒട്ടും കൊള്ളില്ല ഫ്രണ്ട്സ്, നിങ്ങൾ ഇത് ട്രൈ ചെയ്ത് നോക്കേ വേണ്ട. ഇനി ഇത് മാംഗോ ആണ്, എനിക്ക് പേടി ഫ്രണ്ട്സ്. മാംഗോ ആണ് കഴിച്ചോക്കെ. പാപ്പ എനിക്ക് പേടി, ഞാൻ മുക്കുന്നില്ല. ഞാൻ മുക്കുന്നില്ല. നിങ്ങൾക്ക് വേണോ ഫ്രണ്ട്സ്? എനിക്ക് ഈ ഫസ്റ്റ് റൗണ്ടില് എനിക്ക് ഇഷ്ടപ്പെട്ടത് ഡ്രാഗൺ ഫ്രൂട്ട് വിത്ത് വൈറ്റ് ചോക്ലേറ്റ് ആണ്. ഓക്കെ, തൈരാണ് എനിക്ക് ഒട്ടും ഇഷ്ടപ്പെടാത്തത്. ഞാൻ കൊണ്ട് തുപ്പ് കളയും. പിന്നെ മാംഗോയുടെ യോഗട്ട് അത്യാവശ്യം നല്ലായിരുന്നു. പക്ഷെ ഈ എന്തായിരുന്നു, സ്ട്രോബെറിയുടെ യോഗട്ടും തൈരും ഞാൻ കൊണ്ടുപോയി തുപ്പി ചൂസ് ചെയ്ത്. അപ്പൊ നമുക്ക് ഡയറി മിൽക്ക് തന്നെ ഫസ്റ്റ് ചൂസ് ചെയ്യാം. മുക്കുമ്പോ തന്നെ നല്ല ഇതിൽ കിട്ടിയില്ല ഫ്രണ്ട്സ്. തൊന്നും കിട്ടുന്നില്ല. കോരി അടിക്കണ്ടവരണി ഒന്നും കിട്ടുന്നു. ഇത് നമുക്ക് ഇത്രയും മതി. ഇതെനിക്ക് ഇഷ്ടപ്പെട്ടു ഫ്രണ്ട്സ്. ഇതെനിക്ക് ഇഷ്ടപ്പെട്ടു. ഒന്നും കൂടെ കഴിച്ചു നോക്കാം. എനിക്കിത് നല്ല ഇഷ്ടപ്പെട്ടു ഫ്രണ്ട്സ്. വൈറ്റ് ചോക്ലേറ്റിലെ കിട്ടുന്നില്ല. അത്യാവശ്യം കുഴപ്പമില്ല ഫ്രണ്ട്സ്. അത്യാവശ്യം അടിപൊളിയാണ്. നാളെ ചെറിയൊരു
അത്രേ ഉള്ളൂ. നമുക്കിനി വാട്ടർ മെലൺ കഴിച്ചപ്പോ മറ്റേ തൈര് വെള്ളമൊക്കെ കുടിക്കുമല്ലോ, അതിന്റെ ഒരു പുളിപ്പ് മധുരം എനിക്കും ഇഷ്ടപ്പെടില്ല. നിങ്ങൾക്ക് മസ്റ്റ് ട്രൈ ചെയ്ത് നോക്കരുത് ഫ്രണ്ട്സ്. ഇവിടെ അടുത്ത പീസ് എടുക്കാം ഫ്രണ്ട്സ്. മുമ്പിന് കളറില്ല ഫ്രണ്ട്സ്, നിങ്ങൾ ട്രൈ ചെയ്യരുത്. എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. വാട്ടർമെലനായിട്ട് ഇഷ്ടപ്പെട്ട വാട്ടർമെലൻ വിത്ത് ഡയറി മിൽക്ക് ആണ്, അടിപൊളിയായിരുന്നു. ഇഷ്ടപ്പെട്ടത് വൈറ്റ് ചോക്ലേറ്റ്. അത് കഴിഞ്ഞിട്ട് എനിക്ക് ഒന്നും ഇഷ്ടപ്പെട്ടില്ല ഫ്രണ്ട്സ്. ആകെ ഇത് രണ്ടും മാത്രമാണ് എനിക്ക് ഇഷ്ടപ്പെട്ടത്. ബാക്കിയിലേക്കുന്നത് എന്താണ്, പൈനാപ്പിളും ആപ്പിളും ആണ്. ഫസ്റ്റ് ഞാൻ പൈനാപ്പിൾ ചൂസ് ചെയ്തിട്ടുണ്ട്. ഉണ്ടാവുമെന്ന് നമുക്കറിയില്ല. എന്തായാലും കഴിച്ചു നോക്കാം. കഴിച്ചു നോക്കുന്നതിൽ പ്രശ്നമില്ലല്ലോ. ആദ്യം തന്നെ ഞാൻ ഇതൊക്കെ കട്ടി പിടിച്ചു തോന്നുന്നു. ഇത് കട്ടി പിടിച്ചിട്ടുണ്ട്. നമുക്ക് വൈറ്റ് ചോക്ലേറ്റിലാണ് ഞാൻ ആദ്യം മുക്കിയത്. ആക്കാം. ഇത് നിങ്ങളെ ട്രൈ ചെയ്ത് നോക്കുന്നു, ഒട്ടും കൊള്ളില്ല. നിൽക്കാം. ഇതെനിക്ക് ടെൻഷൻ ഇല്ല. ഇത് നല്ല ടേസ്റ്റ് ആയിരിക്കും. ഡയറി മിൽക്ക് എല്ലാത്തിലും നല്ല ടേസ്റ്റ് ആയിരിക്കും. കഴിച്ചു നോക്കാം. നൂല് പോലെയൊക്കെ വന്നത് നൂഡിൽസ് ആണോ അതോ ഡയറി മിൽക്ക് ആണോ? നല്ല സത്യം പറഞ്ഞ യോഗട്ട് ഒരു ഫ്രൂട്ട്സിനും മാച്ചിങ് ഇല്ല. വെറുതെ എന്തായാലും കഴിച്ചല്ലേ പറ്റുമല്ലോ. യോഗട്ട് സത്യം പറഞ്ഞ ഒന്നിലും മാച്ചിങ് ആവുന്നില്ല. എല്ലാം അമ്മേ അല്ലേ ഉമ്മച്ചി? ഓരോ റൗണ്ട് കഴിയുമ്പോഴും വീഡിയോ കട്ടാക്കുമ്പോ ഉമ്മച്ചിയും കഴിച്ചു നോക്കുമല്ലുണ്ട്. കാരണം എന്ന് വെച്ചാൽ ഞാൻ പറയുന്നത് നുണയാണോ സത്യമാണോ എന്ന് നോക്കാനായിട്ട്. നമ്മള് ഇതിന് കഴിക്കണം ഫ്രണ്ട്സ്, കഴിക്കണം അമ്മ. അടിപൊളിയാണ്, കുഴപ്പമൊന്നുമില്ല, അടിപൊളിയാണ്. മാംഗോ യോഗട്ട് പൈനാപ്പിൾ ഒരേ പുളിപ്പല്ല, അതുകൊണ്ട് കുഴപ്പമില്ല, നല്ല ടേസ്റ്റാണ്. ഇപ്പൊ യോഗട്ടില് ലീഡ് ചെയ്ത് നിൽക്കുന്നത് നമ്മളെ മാംഗോ യോഗട്ടാണ്. സ്ട്രോബെറി യോഗട്ട് തോറ്റും തോന്നുന്നു അല്ലേ? നമുക്ക് അടുത്തത് ഫ്രണ്ട്സ്, നമ്മൾ അടുത്തത് ആപ്പിൾ കുട്ടപ്പനെയാണ്. ആപ്പിൾ കുട്ടപ്പന എനിക്ക് ഇതില് മുക്കി കഴിച്ചു നോക്കല്ലേ. കഴിച്ചു നോക്കലാണല്ലോ നമ്മൾ ഇതില് മെയിൻ പരിപാടിയല്ലേ. നമ്മളപ്പോ ഇത് ഉരുട്ടി ഇത് എടുത്തുകൊണ്ടിരിക്കുകയാണ്. അടിപൊളി.
ഇത് നിങ്ങൾ മസ്റ്റ് ട്രൈ ചെയ്ത് നോക്കേണ്ട ഒരു സാധനമാണ്. ഓക്കെയാണ്. ഇത് നിങ്ങൾ മസ്റ്റ് ട്രൈ ചെയ്ത് നോക്കേണ്ടതാണ്. പിന്നെ ഇതിൽ വൈറ്റ് ചോക്ലേറ്റിൽ മെൽറ്റ് ചെയ്തെടുത്ത് നോക്കാം, പക്ഷേ ഡിപ്പ് ചെയ്തെടുത്ത് നോക്കാം. കുഴപ്പമില്ല, അടിപൊളിയാണ്. നമുക്കിനി അടുത്തത് യോഗട്ടാണ് എനിക്ക് വേണ്ട. എന്തായാലും കഴിച്ചാലേ പറ്റുള്ളൂ. ഉപ്പ് ഒട്ടും കൊള്ളത്തില്ല, ഒട്ടും കൊള്ളില്ല ഫ്രണ്ട്സ്. നമുക്കിനി ഈ യോഗട്ട് ട്രൈ ചെയ്ത് നോക്കാം. ടേസ്റ്റ്. അങ്ങനെ ആദ്യമായി നമ്മളെ സ്ട്രോബെറി ഇതിന് ഒരു പോയിന്റ് കിട്ടിയിരിക്കുന്നു ഫ്രണ്ട്സ്. നമുക്ക് എന്തായാലും കഴിച്ചോക്കാം. ഞാൻ അതിനു വേണ്ടി ഒരു കുഞ്ഞി പീസാണ് എടുത്തിട്ടുള്ളത്. എന്തായാലും കഴിച്ചോക്കാം. അങ്ങനെ അയ്യോ, നമ്മൾ തേർഡ് റൗണ്ടിൽ ഇഷ്ടമുള്ളത് പറഞ്ഞില്ല, അത് ഡയറി മിൽക്കാണ്. ഈ ഫോർത്ത് റൗണ്ടിലും എനിക്ക് ഡയറി മിൽക്കാണ് ഫ്രൂട്ട്സ് ഇഷ്ടപ്പെട്ടെ. നമ്മൾ ഫിഫ്ത്ത് റൗണ്ടിലെ ഫ്രൂട്ട് എന്ന് വെച്ചാൽ മാംഗോ. നമ്മൾ സിക്സ്ത് റൗണ്ടിലെ എന്താന്ന് വെച്ചാൽ ബനാനയാണ്. നമ്മൾ മാംഗോ കൂട്ടപ്പനാണ് ഇവിടെ വന്നിട്ടുള്ളത്. നമുക്കിനി ഇത് ഡയറി മിൽക്കിൽ നോക്കി നോക്കാം. എനിക്ക് തോന്നുന്നില്ല ഇത് ഡയറി മിൽക്കിന് പോയിന്റ് കിട്ടുമെന്ന്. വൈറ്റ് ചോക്ലേറ്റ് നമ്മൾ ഡിപ്പ് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു, എന്താണ് തോന്നുന്നതെന്ന് പറയാൻ പറ്റില്ല. ബാക്കിലിരുന്നിട്ട് അവിടുത്തെ അടുത്തിരിക്കുന്ന ഫ്രൂട്ട്സിൽ തളർന്നിട്ടാണെന്ന് തോന്നുന്നു കുറച്ച് മാംഗോസ് ഒക്കെ എടുത്ത് വാരി എത്തുന്നുണ്ട്, ആരും അറിയാതെ. ഉമ്മച്ച് ബാക്കിൽ ചെയ്യുന്ന കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞിട്ടേക്കുന്നു. അടുത്തത് നമ്മൾ മാംഗോ പൊട്ടപ്പൻ. ഇതില് നമ്മളിപ്പം മാംഗോ ഇതെനിക്ക് പ്രശ്നമില്ലെന്ന് തോന്നുന്നു. മാംഗോ യോഗട്ട് എനിക്ക് പ്രശ്നമില്ലെന്ന് തോന്നുന്നു. എന്തായാലും ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഈ ഒരു മാംഗോ കൊണ്ടാണ് ഈ യോഗട്ട് നിർമ്മിച്ചിരിക്കുന്നത്. അപ്പൊ എന്താവുമെന്ന് നമുക്കറിയില്ല. മാംഗോയുടെ ടേസ്റ്റ് തന്നെയായിരിക്കും. ഇതിന് എന്തിനും അറിയാം, ഇച്ചിരി ചോക്ലേറ്റ് കയ്യിലായിരുന്നു, അത് മണ്ടി കണ്ടോ. ഇതെനിക്ക് തോന്നുന്നില്ല. കഴിച്ചോക്ക്. ആരും ട്രൈ ചെയ്ത് നോക്കണ്ട. ഏത് ചെയ്യുന്നു ഈ ഉമ്മച്ച് എനിക്ക് മനഃപൂർവ്വം പണി തന്നതാണെന്നാണ് തോന്നുന്നത്. ഇനി എന്റെ സ്കൂളിൽ കിട്ടിയില്ലെന്നും പറഞ്ഞിട്ട് ആരും എന്റെ അടുത്ത് ഇനി പണം കണ്ടോ.
ധൈര്യം അല്ലാതെ കഴിക്കുമ്പോൾ തന്നെ എന്തോ പോലെയാണ്. ഓക്കെ, നമ്മള് ലാസ്റ്റ് റൗണ്ടിൽ ബനാന എന്തായാലും ഡയറി മിൽക്കിന്റെ കൂടെ ഫിറ്റ് ആവും ഫ്രണ്ട്സ്. ഞാൻ കുറേ വട്ടം കഴിച്ചിട്ടുള്ളതാണ്, എനിക്ക് നല്ല ഇഷ്ടമാണ്. അതുകൊണ്ട് തന്നെ ഇച്ചിരി കൂടുതൽ എടുക്കാം എന്ന് വിചാരിക്കുന്നു. നല്ല ടേസ്റ്റ് ഉണ്ട്, നല്ല ടേസ്റ്റ് ഉണ്ട് ഫ്രണ്ട്സ്. ഓ, വൈറ്റ് ചോക്ലേറ്റ് ഞാൻ മറന്നുപോയി ഫ്രണ്ട്സ്. കഴിച്ചു നോക്കാം. ഉമ്മച്ച് ബാക്കി ഇരുന്നിട്ട് എന്തൊക്കെയോ പറിക്കുന്നുണ്ട് ഫ്രണ്ട്സ്, എനിക്ക് കാണാൻ പറ്റുന്നുണ്ട്. കുഴപ്പമില്ല, ഏകദേശം കുഴപ്പമില്ല. പിന്നെ കഴിച്ചേക്കാം. കഴിച്ചേക്കാം. എന്തോ പോലെയാണ്. കുഴപ്പമില്ല. ബനാനകത്ത് സ്ട്രോബെറി യോഗട്ട് കുറച്ചേ മുക്കുന്നുള്ളൂ. കാണോ ഉമ്മച്ചി കാണാം. ഉമ്മച്ചിയെ കൊണ്ട് ഈ റൗണ്ട് കഴിഞ്ഞാൽ തീറ്റിപ്പിക്കും. നോക്കിക്കോ. ഒട്ടും കൊള്ളില്ല. ഞാൻ വായ വെച്ചൊന്നും തുപ്പി. ഈ ഡിപ്പ് ചലഞ്ചില് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട നമ്മള് വിന്നായി നിൽക്കുന്ന നമ്മളെ ഡയറി മിൽക്ക് ആണ് ഫ്രണ്ട്സ്. ഡയറി മിൽക്ക് ആണ് ബെസ്റ്റ് ആയിരുന്നത്. ഓക്കെ, നമ്മളെ ഡയറി മിൽക്ക് ആണ് ബെസ്റ്റ് ഡിപ്പ്. ഓക്കെ, ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.